ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ഏതൊരു ടീമും ആഗ്രഹിക്കുന്ന 3 വിജയങ്ങൾ. ഈഡൻ ഗാർഡൻസിൽ വെച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ, ചെപ്പോക്കിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ, വാങ്കഡയിൽ വെച്ച് മുംബൈ ഇന്ത്യൻസിനെതിരെ. ഇങ്ങനെ സ്വപ്നതുല്യമായൊരു തുടക്കമാണ് പുതിയ നായകനായ രജത് പട്ടിദാറിന് കീഴിൽ RCBക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതേവരെ കളിച്ച 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങളും ജയിച്ചു. അത് 3ഉം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവേ മത്സരങ്ങളായിരുന്നു. ആകെ ഒരു ഹോം മത്സരമാണ് കളിച്ചത്, അത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. ആ മത്സരത്തിൽ മാത്രം അവർ പരാജയപ്പെട്ടു. നമ്മൾ 2017 തൊട്ട് ഇങ്ങോട്ടുള്ള കണക്കുകൾ നോക്കിയാൽ മോശം ഹോം റെക്കോർഡുള്ള ഒരു ടീമാണ് RCB. ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ അവർ അവിടെ കളിച്ച മത്സരങ്ങളിൽ 50% താഴെ മാത്രമാണ് വിജയിക്കാനായിട്ടുള്ളത്. ഈ ഒരു മോശം ഹോം റെക്കോർഡ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് RCBയുടെ മുന്നിലുള്ള അടുത്ത ചലഞ്ച്. RCB ടീമിലേക്ക് നോക്കിയാൽ നിലവിൽ ആശങ്കപ്പെടാനായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും അവരുടെ ക്യാമ്പിലില്ല. ഓപ്പണറായ ഫിൽസാൾട്ട് ആദ്യ 2 മത്സരങ്ങളിൽ മികച്ച തുടക്കമാണ് RCBക്ക് നൽകിയത്. ഈഡൻ ഗാർഡൻസിലായാലും ചെപ്പോക്കിലായാലും ഫിൽസോൾട്ടിന്റെ ആ ഒരു ഇന്നിംഗ്സ് ഗെയിമിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ്. പിന്നീടുള്ള 2 മത്സരങ്ങളിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ സോൾട്ടിന് കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മുടെ ചിന്നസ്വാമിയിൽ വെച്ച് ആ ഒരു പിച്ചിന്റെ സ്പീഡുമായിട്ട് സിങ്ക് ആവാൻ നമ്മുടെ സോൾട്ടിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ വാങ്കഡയിൽ വെച്ച് ഒരു മികച്ച ബൗണ്ടറിയോടെ തുടങ്ങിയതാണ്. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ട്രെന്റ് ബോൾട്ട് ക്ലീൻ ബൗൾ ചെയ്തു. എന്നാൽ ഇത് RCBയെ സംബന്ധിച്ച് ആശങ്കപ്പെടാനുള്ള ഒരു കാര്യമല്ല. കാരണം ഫിൽസോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന ഒരു താരമാണ്. അങ്ങനെ ഒരു താരത്തിന് എന്തായാലും ഇതുപോലൊരു ലോങ് ടൂർണമെന്റിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 5 മത്സരം കളിച്ചിട്ട് അതിലൊരു 3 മത്സരത്തിൽ നല്ല സ്റ്റാർട്ട് തന്നാൽ തന്നെ അത് നമ്മുടെ RCBയുടെ ഗെയിമിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതുപോലുള്ള ഹൈ ഇമ്പാക്ട് ഇന്നിംഗ്സ് ആയിരിക്കും ഫിൽസോൾട്ടിൽ നിന്ന് RCB പ്രതീക്ഷിക്കുക. പിന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ആദ്യ മത്സരത്തിൽ മികച്ച ഫോമിൽ കളിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ചെപ്പോക്കിൽ അല്പം സ്ട്രഗിൾ ചെയ്തു. മൂന്നാമത്തെ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ ആ പിച്ചിന്റെ സ്പീഡുമായിട്ടൊക്കെ കോഹ്ലി പെട്ടെന്ന് സിങ്കായി, നല്ല ടച്ചിലുമായിരുന്നു. നമുക്ക് ആ ഒരു കവർ ഡ്രൈവ് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ ഒരു ഷോട്ട്, ലെഗ് സൈഡിൽ ഒരു ഷോട്ടിന് ശ്രമിച്ചു, കൃത്യമായിട്ട് ടൈമിംഗ് കിട്ടി, എന്നാൽ പ്ലേസ്മെന്റ് ചെറുതായിട്ടൊന്ന് പാളി. അതുകൊണ്ടാണ് ചിന്നസ്വാമിയിൽ കോഹ്ലിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച ഫോമിലാണ് വാങ്കഡയിൽ കളിച്ചത്. ആദ്യത്തെ മത്സരത്തിന് ശേഷം വീണ്ടും ഒരു 50 അടിക്കാൻ വിരാട് കോഹ്ലിക്കായി. വിരാട് കോഹ്ലിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ സീസൺ മുതൽ 2024 മുതൽ ഒരു പുതിയ വിരാട് കോഹ്ലിയാണ് നമ്മൾ പവർ പ്ലേയിൽ കാണുന്നത്. അപ്പോൾ പവർ പ്ലേയിൽ വിരാടിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 160-ന് മുകളിലാണ്. ഇപ്പോൾ ഈ 2024 മുമ്പുള്ള 2 സീസൺ നോക്കിക്കഴിഞ്ഞാൽ വിരാടിന്റെ പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ് വെറും 122 മാത്രമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് വിരാട് ഒന്ന് റീഇൻവെന്റ് ചെയ്തിട്ട് ആ 122 എന്നുള്ള ഒരു പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ് 160+ ആക്കിയത്. അതുപോലെ തന്നെ സ്പിന്നർമാർക്കെതിരെ വിരാട് തന്റെ കരിയറിൽ അധികം കളിച്ചിട്ടില്ലാത്ത സ്ലോക്ക് സ്വീപ്പുകളും എല്ലാം യഥേഷ്ടം കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 1 ഡൗൺ ആയിട്ട് ദേവദത്ത് പടിക്കൽ. ഇപ്പോൾ ദേവദത്ത് പടിക്കലിന്റെ കാര്യം പറയുമ്പോൾ IPLന്റെ ടീം റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ദേവദത്ത് പടിക്കലിനെ 1 ഡൗൺ സ്ലോട്ടിൽ തന്നെയാണ് ഇട്ടത്. എന്നാൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക, RCBക്ക് വേണ്ടി നേരത്തെ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലാണ് പടിക്കൽ കളിച്ചത്. അതൊരു ഡീസന്റ് സീസൺ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ RRൽ ചെന്നപ്പോഴായാലും LSGയിൽ ചെന്നപ്പോഴായാലും ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിച്ചത്. കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പടിക്കലിന് കഴിഞ്ഞില്ല. സ്ട്രൈക്ക് റേറ്റും വളരെ മോശമായിരുന്നു. അപ്പോൾ RCB സെറ്റപ്പിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഫിൽസോൾട്ടും വിരാട് കോഹ്ലിയും നല്ല ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുമ്പോൾ നമ്പർ 3 വരുന്ന ബാറ്റർ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആശങ്ക. എന്നാൽ പടിക്കൽ നമ്മുടെ ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചെപ്പോക്കിലെതിരെ ബാറ്റിംഗ് ടഫായിട്ടുള്ള പിച്ചിൽ 200+ സ്ട്രൈക്ക് റേറ്റിലാണ് പടിക്കൽ ബാറ്റ് ചെയ്തത്. കഴിഞ്ഞ മത്സരത്തിൽ വാങ്കഡയിലായാലും പടിക്കലിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ 160+ ആണ്. അപ്പോൾ ആ ഒരു ഇന്റന്റോട് അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പടിക്കൽ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ, അതായത് 4, 5, 6, 7 പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹൈ ഫോമിലുള്ള ഒരു ടീമാണ് നമ്മുടെ RCB. ഇപ്പോൾ ഈ സീസണിൽ ഞാൻ പറഞ്ഞ 4 to 7 ആ ഒരു മിഡിൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചിട്ടുള്ള ടീമും RCB തന്നെയാണ്. അതിലൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കൂടിയായ രജത് പട്ടിദാർ തന്നെയാണ്. രജത് പട്ടിദാർ ഒരു പ്രൂവൺ 6 സിറ്റർ, പ്രത്യേകിച്ച് ഒരു സ്പിൻ മർഡർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് രജത് പട്ടിദാർ. ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിൽ ഓൾറെഡി 2 മാൻ ഓഫ് ദി മാച്ച് രജത് പട്ടിദാർ സ്വന്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയും വളരെ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലായാലും 19 ബോൾ 40 എന്നൊരു ഹൈ ഇമ്പാക്ട് ഇന്നിംഗ്സ് ആണ് ജിതേഷ് കളിച്ചത്. ലിവിങ്സ്റ്റൺ കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ട് കളിച്ചില്ല. നമ്മുടെ ചിന്നസ്വാമിയിൽ വെച്ച് ലിവിങ്സ്റ്റണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പ്ലോസീവ് ഇന്നിംഗ്സ് അല്ലെങ്കിലും ഡീസന്റ് ആയിട്ടൊരു സ്കോറിലിട്ട് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ടിം ഡേവിഡ് മികച്ച ഫിനിഷിംഗ് ആണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ബാറ്റിംഗ് സൈഡ് ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ബോളിംഗ് സൈഡ് വന്നാൽ ഈ IPLൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ പെർസെന്റേജ് ഉള്ളത് ജോഷ് ഹേസൽവുഡിനാണ്. ഹേസൽവുഡ് പവർ പ്ലേയിൽ എറിയുന്ന പന്തുകളിൽ 72% ഡോട്ട് ബോളുകളാണ്. കൂടെ ഭുവനേശ്വർ കുമാറോട് ചേരുമ്പോൾ വളരെ ഒരു പൊട്ടന്റ് ആയിട്ടുള്ള വളരെ മികച്ചൊരു ഒരു പവർ പ്ലേ അറ്റാക്ക് തന്നെയാണ് നമ്മുടെ RCBയുടെ ബോളിംഗ്. കൂടെ വരുന്ന യശ് ദയാൽ അത്യാവശ്യം വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തു. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നോക്കിയ കൃണാൽ പാണ്ഡ്യ ആദ്യത്തെ മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ വെച്ച് മത്സരം തിരിച്ചത് തന്നെ കൃണാൽ പാണ്ഡ്യയുടെ സ്പെല്ലാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തുടക്കത്തിൽ അടി കിട്ടി, എന്നാൽ അവസാന ഓവറിൽ മികച്ച രീതിയിൽ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്ന റസീഖ് ഇപ്പോൾ കളിച്ച മത്സരങ്ങളിൽ അത്യാവശ്യം അടി വാങ്ങി. 10+ ഇക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തത്. പക്ഷേ സുയാഷ് കളിച്ച മത്സരങ്ങളിലെല്ലാം സുയാഷ് നന്നായിട്ട് ബോൾ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും സൂര്യകുമാർ യാദവും വിൽ ജാക്സൺ നിന്നപ്പോൾ വളരെ മികച്ച രീതിയിലാണ് സുയാഷ് ശർമ്മ ബോൾ ചെയ്തത്.
പിന്നെ നമ്മുടെ ഒരു പാർട്ട് ടൈം ഓപ്ഷനായിട്ട് എറിയുന്ന ലിവിങ്സ്റ്റണും വിക്കറ്റ് നേടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ RCBക്ക് ടീം വൈസ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഫോമും മിക്കവാറുള്ള താരങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഇല്ല. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 3 കളികളിൽ നിന്ന് 3 മത്സരവും ജയിച്ചിട്ട് ഈ സീസണിലെ ഒരേ ഒരു അൺബീറ്റൻ ടീമായിട്ട് കുതിക്കുകയാണ് അവർ. ഇപ്പോൾ നമ്മൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓപ്പണിംഗ് ഇറങ്ങുന്ന ഫാഫ് ഡുപ്ലസി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല, പക്ഷേ കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച രീതിയിലാണ് കളിച്ചത്. ആ ഒരു ലീഡർഷിപ്പ് ഗ്രൂപ്പിലും ഡുപ്ലസി അംഗമാണ്, ഒരു ഗൺ ഫീൽഡറാണ്. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഡുപ്ലസി കളിക്കാതിരുന്നപ്പോൾ രാഹുൽ ആദ്യം മിഡിൽ ഓർഡറിലാണ് ഈ സീസണിൽ കളിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ആ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ആ രാഹുലിന്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലാവും. ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോടെയാണ് രാഹുൽ കളിച്ചത്. ഈ സീസണിൽ കളിച്ച ആദ്യത്തെ മത്സരത്തിൽ ഷമിയെ നന്നായിട്ട് അറ്റാക്ക് ചെയ്താണ് തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിന്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ കഴിഞ്ഞ മത്സരത്തിൽ ഡുപ്ലസിക്ക് പകരം ഓപ്പൺ ചെയ്യാൻ വന്നപ്പോൾ ആ ഒരു ട്രിഗർ മൂവ്മെന്റ് ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ആണ്. അതായത് കുറച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് എക്സ്പാൻസീവ് ഷോട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ട്രിഗർ മൂവ്മെന്റ് ആയിരുന്നു രാഹുലിൻ്റെത്. പിന്നെ അത്രയും അങ്ങ് ഓവർ ഡ്രൈവിൽ പോകാഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ടഫ് പിച്ച് ആയതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കളിച്ചു. അപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും രാഹുൽ ഇറങ്ങുക. പിന്നെ ഡുപ്ലസി ഫിറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഡുപ്ലസി ഓപ്പണിംഗിൽ സ്ലോട്ടിൽ തിരിച്ചെത്തും. അങ്ങനെ വരുമ്പോൾ രാഹുൽ ചിലപ്പോൾ മിഡിൽ ഓർഡറിലേക്ക് മാറും. പക്ഷേ എവിടെ ആയാലും ഇപ്പോൾ ഒരു ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന ഒരു പിച്ച് കിട്ടിയാൽ രാഹുൽ കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ വന്നിട്ട് ബാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ചിന്നസ്വാമിയുടെ കാര്യം പറഞ്ഞാൽ ഡുപ്ലസിക്കായാലും KL രാഹുലിനായാലും നന്നായിട്ട് അറിയാവുന്ന പിച്ചാണ്. ഇപ്പോൾ ഡുപ്ലസി കഴിഞ്ഞ 3 സീസണുകളിൽ RCB നയിച്ച ക്യാപ്റ്റനാണ്. ആ 3ൽ 2 സീസണുകളിൽ RCBയെ പ്ലേ ഓഫിൽ എത്തിക്കാനും ഡുപ്ലസിക്ക് കഴിഞ്ഞു. പിന്നെ രാഹുലിന്റെ ഹോം ഗ്രൗണ്ടാണ് ചിന്നസ്വാമി എന്ന് പറയുന്നത്. പിന്നെ മറ്റു ബാറ്റേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അശുതോഷ് ശർമ്മ ആദ്യത്തെ മത്സരത്തിൽ അവർ തോൽക്കേണ്ടതായിരുന്നു DC. അപ്പോൾ ഒരു തോൽവിയുടെ അരികിൽ നിന്നാണ് അശുതോഷ് ശർമ്മ ഡെയ്സിക്കായിട്ട് വിജയം തിരികെ പിടിച്ചത്. അഭിഷേക് പോറലും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ടീമിൽ എന്ന് വെച്ചാൽ അല്പം ഫോം ഔട്ട് ആയിട്ടുള്ളത് ജേക്ക് ഫ്രേസർ മഗ്ഗേർക്കാണ്. പക്ഷേ ബാക്കിയുള്ള ബാറ്റേഴ്സ് നല്ല ഫോമിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ മഗ്ഗേർക്കിന്റെ ആ ഒരു ഫോം ഔട്ട് ഇവരെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ സീസണിൽ മികച്ച തുടക്കം DCക്ക് നൽകിയ പ്ലെയറാണ് മഗ്ഗേർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മഗ്ഗേർക്ക് എന്നുള്ള ഫിൽസോൾട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഫെയിലിയേഴ്സും പ്രതീക്ഷിക്കാം. ഇപ്പോൾ അക്ഷർ പട്ടേൽ ആയാലും അവരുടെ ടീം മാനേജ്മെന്റ് ആയാലും മഗ്ഗേർക്കിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം മഗ്ഗേർക്കിൻ്റെതായ ദിവസത്തിൽ ഏതൊരു അറ്റാക്കിനെയും പിച്ചിൽ കയറാൻ കെൽപ്പുള്ള ബാറ്ററാണ് പുള്ളി. അതുകൊണ്ട് തന്നെയാണ് മഗ്ഗേർക്കിനെ ബാക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ബാറ്റേഴ്സ് ഫോം ആവുന്നതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ അവരുടെ ടീമിൽ നിന്ന് വിപ്രജ് നിഗം, അത് ഈ സീസണിൽ ഉയർന്നു വന്നൊരു പേരാണ്. വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു. ഇപ്പോൾ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ചെയ്യാൻ കെൽപ്പുള്ള പ്ലെയറാണ്. ചെന്നൈക്കെതിരെയൊക്കെ വളരെ മികച്ച രീതിയിലാണ് വിപ്രജ് പന്തെറിഞ്ഞത്. അപ്പോൾ ഒരു നല്ലൊരു ഓൾറൗണ്ട് എബിലിറ്റിയുള്ള പ്ലെയറാണ്. പിന്നെ ബോളിംഗിലേക്ക് വന്നാൽ മിച്ചൽ സ്റ്റാർക്ക്. ഇപ്പോൾ നമ്മൾ ഹേസൽവുഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഡോട്ട് ബോൾ പെർസെൻറ്റേജിൽ അല്ലെങ്കിലും വിക്കറ്റിന്റെ കാര്യത്തിൽ മിച്ചൽ സ്റ്റാർക്ക് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ സൺറൈസേഴ്സിനെതിരെ ഒരു 5 വിക്കറ്റ് ഹോളും നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് നേടി. പവർ പ്ലേയിലായാലും നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ബോൾ ചെയ്യുന്നത്. പിന്നീട് വന്ന മുകേഷ് കുമാർ ആയാലും പിന്നുള്ള മോഹിത് ശർമ്മയായാലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് പിന്നെ നല്ലൊരു സ്പിൻ അറ്റാക്ക് ആണുള്ളത്. കുൽദീപ് യാദവ് നല്ല ഇക്കോണമിക്കലായിട്ടാണ് ബോൾ ചെയ്യുന്നത്, വിക്കറ്റും എടുക്കുന്നുണ്ട്. പിന്നെ അക്ഷർ പട്ടേലിന്റെ കാര്യം നമുക്കറിയാം, ഇന്ത്യക്ക് വേണ്ടി തന്നെ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്ലെയറാണ് അക്ഷർ പട്ടേൽ. ഇപ്പോൾ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് മികച്ച പ്രകടനമാണ് അക്ഷർ പട്ടേൽ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ജഡേജയെ ഫസ്റ്റ് ബോളിൽ തന്നെ അറ്റാക്ക് ചെയ്താണ് തുടങ്ങിയത്. ഇപ്പോൾ ബോളിങ്ങിലായാലും നല്ല ഇക്കോണമിക്കലായിട്ട് എറിയാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് അക്ഷർ പട്ടേൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിപ്രജ് നിഗം കൂടെ ചേരുമ്പോൾ അത് സ്പിൻ അറ്റാക്കും നല്ലൊരു സ്പിൻ അറ്റാക്കാണ്. ഇപ്പോൾ RCBയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇവർക്ക് ആശങ്കപ്പെടാനായിട്ട് കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ മികച്ച ഫോമിലുള്ള 2 ടീമുകൾ തമ്മിലായിരിക്കും ഇന്ന് ചിന്നസ്വാമിയിൽ ഏറ്റുമുട്ടുക. പിന്നെ പിച്ചിന്റെ കാര്യം പറഞ്ഞാൽ അറിയാലോ, ചിന്നസ്വാമിയാണ്. റൺസ് ഒഴുകുന്ന പിച്ചാണ്. നമ്മുടെ ബൗണ്ടറി ഡയമെൻഷൻസ് ചെറുതാണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ബോളുകൾ എന്തായാലും ബൗണ്ടറിയിലേക്ക് പറക്കും എന്നുള്ളത് ഷുവറാണ്. പിന്നെ നമ്മൾ ചിന്നസ്വാമിയിൽ റീസെന്റ് ആയിട്ടുള്ള നടന്ന മാച്ചുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ തുടക്കത്തിലുള്ള ഓവറുകളിൽ നമ്മുടെ സീം ബോളേഴ്സിന് ഒരു പിന്തുണ ആ പിച്ചിൽ നിന്ന് കിട്ടും. ആ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്താണ് ഗുജറാത്ത് ടൈറ്റൻസ് നമ്മുടെ RCBയെ റെസ്ട്രിക്ട് ചെയ്തത്. തുടക്കത്തിൽ തന്നെ ആ ഒരു ഹെൽപ്പ് യൂട്ടിലൈസ് ചെയ്ത് ഒരു RCBയുടെ ഒരു 4 വിക്കറ്റ് വീഴ്ത്താൻ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നും ഉണ്ടാവുക. തുടക്കത്തിൽ സീമേഴ്സിന് ഹെൽപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ലോ സ്കോറിംഗ് അഫയർ ആയിരിക്കില്ല, ഒരു ഹൈ സ്കോറിംഗ് മാച്ച് തന്നെയാവും നമുക്ക് ചിന്നസ്വാമിയിൽ പ്രതീക്ഷിക്കാനാവുക. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12 പറഞ്ഞാൽ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സിന്റെ കാര്യത്തിലായാലും ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലായാലും വലിയ ചേഞ്ചസിന് സാധ്യതയില്ല. ഇപ്പോൾ RCBയുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഇമ്പാക്ട് പ്ലെയറിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ കളിപ്പിച്ചത് റസീഖിനെയാണ്, പക്ഷേ എക്സ്പെൻസീവായി. വാങ്കഡയിൽ വന്നപ്പോൾ സുയാഷിനെ കൊണ്ട് ബോൾ ചെയ്യിച്ചിട്ട് സുയാഷ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ അവർ ഒരു ഫാസ്റ്റ് ബോളറിനെയാണ് വേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ റസീഖിനെ കളിപ്പിക്കും. അല്ല, ഒരു റീസെന്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ സുയാഷിനെ ആയിരിക്കും കളിപ്പിക്കുക. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ നിരയിലേക്ക് വന്നാൽ ഡുപ്ലസി ഫിറ്റ് ആണെങ്കിൽ ഡുപ്ലസി ടീമിൽ തിരിച്ചെത്തും. അപ്പോൾ സമീർ റസ്വി ആയിരിക്കും ടീമിൽ നിന്ന് മാറുക. പിന്നെ നടരാജൻ ഫുള്ളി ഫിറ്റ് ആണോ എന്ന് അറിയില്ല. നടരാജൻ ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ മോഹിത് ശർമ്മയ്ക്ക് പകരം ആഡ് ആവാനും സാധ്യതയുണ്ട്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ നിന്ന്
ഫാഫ് ഡുപ്ലസി. ഇപ്പോൾ ഡുപ്ലസിയുടെ പേര് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ IPL സൈക്കിളിൽ RCB നയിച്ച ക്യാപ്റ്റനാണ്, 3-ൽ 2 തവണ പ്ലേ ഓഫിൽ എത്തിച്ച ക്യാപ്റ്റനാണ്. അപ്പോൾ തൻ്റെ ആ ഒരു പഴയ ഫ്രാഞ്ചൈസിനെതിരെ എങ്ങനെ ഡുപ്ലസി പെർഫോം ചെയ്യുമെന്നത് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ KL രാഹുലിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ ആയിരിക്കുമോ രാഹുൽ വന്നെത്തുക, ബാറ്റിങ്ങിനായിട്ട് വരിക എന്നും ഞാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ RCB സൈഡിൽ പോയി കഴിഞ്ഞാൽ രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ. ഇപ്പോൾ രജത് പട്ടിദാർ അറിയാം, ഡെസിഗ്നേറ്റഡ് സ്പിൻ ഹീറ്റർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഫാസ്റ്റ് ബോളേഴ്സിനെ അതുപോലെ തന്നെ കളിക്കുമെങ്കിലും സ്പിൻ ബോളേഴ്സിനെതിരെ അത്ര മികച്ച രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ് പട്ടിദാർ. ജിതേഷ് ശർമ്മയും അതുപോലെ തന്നെ സ്പിന്നിനെതിരെ നന്നായിട്ട് കളിക്കും. ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 3 സ്പിന്നേഴ്സ് ഉണ്ട്, കുൽദീപ്, അക്ഷർ, വിപ്രജ്. അപ്പോൾ ഇവരെ എങ്ങനെയാണ് നമ്മുടെ RCBയുടെ മിഡിൽ ഓർഡർ, പ്രത്യേകിച്ച് രജത് പട്ടിദാർ നയിക്കുന്ന RCBയുടെ മിഡിൽ ഓർഡർ എങ്ങനെയായിരിക്കും അറ്റാക്ക് ചെയ്യുക? അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ രജത് പട്ടിദാർ ക്രീസിലുണ്ടെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ ആ സ്പിന്നിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വ്യത്യാസവും വന്നേക്കാം. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് എങ്ങനെ വരുമെന്നും ഞാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ മത്സരത്തിൽ ചിന്നസ്വാമിയിൽ വിജയിക്കാൻ RCB കഴിയുമോ, അതോ തുടർച്ചയായി 4ാം വിജയം ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.